ആ വലുപ്പത്തെ വർണ്ണിക്കാനാവാത്ത ഒരൊറ്റ പദങ്ങൾ കൊണ്ട് ദൈവ തേജസ്സിന്റെ ശ്രേഷ്ഠതയെ വിവരിക്കാനാവാത്ത രീതിയിൽ അത്ര ഉന്നതനായ ഒരു ഉയരത്തിലുണ്ട്. പ്രാപിച്ചപ്പോൾ ആ ദൈവത്തെ മഹത്വം കൊടുക്കാൻ തുടങ്ങി. എന്റെ നാമയെ കുറിച്ച് എനിക്ക് ഭീതിയില്ല, എന്റെ നാമയെ കുറിച്ച് എനിക്ക് ഭീതിയില്ല, ഒരു ഭീതി. എന്റെ കർത്താവിന്റെ നാളുകൾ മുഴുവനും അറിയും. അവർക്ക് എത്ര പേരുണ്ട്? എന്റെ നാളെ കുറിച്ച് എനിക്കൊരു ഭീതി, നാളെയും ഭീതിയില്ല എന്നൊരു ഇംഗ്ലീഷ് പാട്ട് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ നമ്മൾ പാടില്ലേ? എന്റെ കർത്താവിന്റെ നാളെ അറിയും. ഇങ്ങനെ ഇരിക്കുമ്പോ അവരെ കണ്ടിട്ടുള്ളത് ഈ കൊട്ടാരത്തിലേക്ക് കയറി വരുമ്പോ ഇടയ്ക്ക് ഉസിയാവിന്റെ കൊട്ടാരത്തിന് മുമ്പിൽ കുന്നമൊക്കെ പിടിച്ചുകൊണ്ട് വാളകറ്റി കെട്ടി ചില പടയാളികൾ നിൽപ്പുണ്ട്. അവർ വിളിച്ചു പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങോട്ട് അടുക്കരുത്, ഉസിയാവ് അശുദ്ധൻ 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 എന്നാണ്. എന്നാൽ ഇപ്പൊ ദൂരന്മാര് സറാപ്പിൽ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് പാലം മൂടി വിളിച്ചു പറയുന്നത് അശുദ്ധൻ അശുദ്ധൻ എന്നല്ല, വിശുദ്ധൻ 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 വിളിച്ചു പറഞ്ഞപ്പോ യെശയ്യാവിന് ഒരു കാര്യം മനസ്സിലായി. ഞാൻ അശുദ്ധനാണ്. അവന്റെ വിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുക, അവന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുക എനിക്ക് കഴിവില്ല. നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് ചിലപ്പോൾ നല്ല വാർത്തയായിരിക്കില്ല, മറ്റുള്ളവരെ കുറിച്ച് കേൾക്കുന്നത് ചിലപ്പോൾ നമ്മെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നതായിരിക്കില്ല. നിങ്ങൾ അവർ പറയുന്നതും കേൾക്കരുത്, ഇവർ പറയുന്നതും കേൾക്കരുത്. ഉയരത്തിൽ നിന്ന് വിളിച്ച ദൈവത്തെ നോക്കി അവരെ പരിശുദ്ധം വേറെയില്ല. ഞാനും നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടത് ഇവിടുത്തെ നേതാക്കന്മാർക്കല്ല. അവർ പൈസ കൂടുതൽ കൊടുക്കുന്നവരെ സ്നേഹിക്കും. ഞാൻ ഉൾപ്പെടെയുള്ളവര് മാനുഷ്യമായി വിലകുന്ന നിമിത്തം പണം കൊടുത്തില്ലയോ അവർ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മെ ഗമിച്ചത് വരികയില്ല. എന്നാൽ ഒന്നും കൊടുത്തില്ലെങ്കിലോ കണ്ണുനീർ കൊണ്ടുള്ള മനസ്സാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം എത്ര രൂപ കിട്ടിയാലും കൃത്യദശാംശം. ഞാൻ അദ്ദേഹമായി പരിചയപ്പെടുന്ന 3 പെൺകുട്ടികളാണ്. അവിടെ ഇരുന്ന ഭാഷയൊക്കെ അദ്ദേഹം 4000 രൂപ വീതം എല്ലാ മാസവും കൊടുക്കുമായിരുന്നു. പ്ലസ് സഭയ്ക്ക് കൊടുത്തില്ല. പക്ഷെ ഇദ്ദേഹത്തിനൊരു അതിബുദ്ധി തോന്നി. അതിബുദ്ധിയല്ല, ദൈവാത്മാവിന്റെ പ്രേരണയായിരിക്കും. ജോലി രാജിവെച്ചു. ബാങ്കിൽ കിടന്ന പൈസ മുഴുവനും പുള്ളി അത് എടുത്തിട്ട് പാവപ്പെട്ട ദേവദാസന്മാർക്ക് വിതരണം ചെയ്തു. അന്നത്തേക്കുള്ള ആഹാരത്തിന് വേണ്ടി വണ്ടി ഓടിച്ച് ജീവിക്കാൻ കൂടി തയ്യാറായി. അപ്പൊ ചിലപ്പോ വണ്ടി ഓടിക്കാൻ കിട്ടും, കിട്ടത്തില്ല. അങ്ങനെ ആയപ്പോ പട്ടിണിയൊക്കെ വന്നു കഴിഞ്ഞപ്പോ 4000 മേടിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ തൊട്ടടുത്ത് ഗ്യാസ് എടുക്കാൻ ചെയ്തു. ഗ്യാസ് ഊറ്റി. ഈ പ്രിയപ്പെട്ടവനെ കണ്ടതുപോലും ധരിക്കുകയില്ല, തലതിരിഞ്ഞപ്പോ പോകും. ഇത് പുള്ളിക്കാരെ ഭയങ്കരമായി വേദനിപ്പിച്ചു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. എന്നോട് ഇത് പറയുന്നത് എന്നെ ഈ കണ്ണോടാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ പുള്ളിക്ക് 4ാമതൊരു കുഞ്ഞുണ്ടായി. ഹോസ്പിറ്റലിൽ അതിനെ ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുകയില്ല. ഇറക്കിക്കൊണ്ട് വരുവാനുള്ള സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കി. അദ്ദേഹത്തിനോട് പറഞ്ഞു, പാസ്റ്ററെ എല്ലാ പാസ്റ്റർമാരെയും ഞാൻ ഒരുപോലെ കണ്ടത്. 4000 രൂപ കൊടുക്കുമ്പോൾ സ്നേഹിച്ചവരുണ്ട്, ഒന്നും കൊടുക്കാത്തപ്പോൾ വഴിമാറി പോകുന്നവരുണ്ട്. പണത്തെയാണ് മനുഷ്യർ സ്നേഹിക്കുന്നത്. അന്ന് ഞാനൊരു കാര്യം പറയും, എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ ഒന്നായിരിക്കാം, ഇല്ലായിരിക്കാം. പണത്തെ അല്ല സ്നേഹിക്കുന്നത്, മനുഷ്യരെയാണ് സ്നേഹിക്കുന്നത്. എന്റെ ജീവിതത്തിൽ അങ്ങനെ കുറവ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ചില പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ കീപ്പ് ചെയ്യുവാൻ ഞാൻ അന്നും ഇന്നും ശ്രമിക്കാം. ഞാൻ പറയുന്നത്, മക്കളെ, പണം നോക്കി മനുഷ്യർ സ്നേഹിക്കൂ, എന്നാൽ അതിന്റെ ഹൃദയം നോക്കി സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉയരുന്നുണ്ട്.
അങ്ങനെ അനുഭവിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? 150 സംഘത്തില് ഒരു വാക്യമുണ്ട്, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു. എന്നിട്ട് പറയുക, മരം തകർന്നവരുടെ മുറിവുകളെ അവൻ എന്ത് ചെയ്യും? അത് ആദ്യം 4-ാം വാക്യത്തിൽ പറയുന്നത് അവൻ നക്ഷത്രങ്ങളെ എന്ത് ചെയ്യും? നമ്മളെ നക്ഷത്രത്തെയാണോ ആദ്യം നോക്കുന്നത്, അതോ മരം തകർന്നവരുടെ മനസ്സിനെയാണ്? നമ്മൾ നക്ഷത്രത്തെ നോക്കുള്ളൂ. നക്ഷത്രം വിശ്വയ മരം തകർന്നവരെ. പക്ഷെ ദൈവം നോക്കുന്ന ഒന്നാമത് നോക്കുന്ന ആരെയാണ്? ഹൃദയം തകർന്ന ദൈവത്തിനെയാണ് നോക്കുന്നത്. രണ്ടാമത് മാത്രമേ നക്ഷത്രത്തെ നോക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു ദൈവമാണ് എന്റെ ദൈവം ഉറപ്പത്ര പേരുണ്ട്. അപ്പൊ കാലത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ ദൈവം നമ്മൾ പകരണം. എന്തിന്? ദൈവത്തെ അറിയാൻ. അങ്ങനെ ആർക്ക് പകർന്നു? യെശയ്യാവിന് പകർന്നു. ആ വെളിപ്പാട് കിട്ടിയപ്പോ, ദർശനം കിട്ടിയപ്പോൾ അദ്ദേഹം എന്തോ ഗ്രഹിച്ചു, എന്റെ ദൈവമാണ് ഏറ്റവും വലിയവൻ. അവന്റെ അത്ര ഉയർന്ന സിംഹാസനത്തിൽ വേറെ ആരുമില്ല. എന്റെ ബോസല്ല, ബോസിന്റെ മീതെ ഒരു ബോസാണ് അവൻ. എന്റെ സ്ഥാപനം നടത്തുന്ന ആളിനേക്കാൾ വലിയവനാണ് അവൻ. ക്രിക്കറ്റിന്റെ നിയമത്തേക്കാൾ വലിയവനാണ് അവൻ. ഈ പ്രപഞ്ചത്തിന്റെ നേർമയിലാണ് അവൻ. അവനൊരു വാക്ക് കൽപ്പിച്ച സൂര്യ ചലിക്കില്ല. അവനൊരു വാക്ക് കൽപ്പിച്ച ചന്ദ്രൻ അനങ്ങില്ല. അവൻ ശാസിച്ചാൽ സാത്താന്റെ ഓടിപ്പോകും. രണ്ട്, എന്റെ ദൈവം വിശുദ്ധൻ. അതുകൊണ്ട് അവന് മനസ്സിലായി, ഈ വിശുദ്ധിയുമായി താരതമ്യം ചെയ്യണമെങ്കിൽ എന്റെ ഈ നാക്കുകൊണ്ട് പറ്റുകയാണ്. പിന്നെന്തോ വേണം? ഞാൻ അശുദ്ധിയുള്ള ജനത്തിന്റെ അടിവിൽ വസിക്കുകയാണ്. എന്റെ നാവ് ആരാ? എന്താ? ഇഷ്ടമില്ലാത്ത. അവൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ കണ്ടോ, ഒരു കരയെ ഒരു കുടിലുകൊണ്ട് എടുത്തുകൊണ്ട് ഒരു ദൂരം വന്ന മാവിനെ തൊട്ടു. എന്താ പറയുക? ശുദ്ധീകരണത്തിന് വേണ്ടി. ദൈവമേ, എന്റെ ജീവിതത്തിലെ തെറ്റുകൾ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോ ക്ഷമിക്കുന്ന കരുണയുള്ള ഒരു കർത്താവാണ്. ഒരു വർഷം നമ്മുടെ ദിവസം അടച്ചു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ പ്രത്യാശ മാത്രമല്ല, ചില ആദ്യത്തെ പ്രാപിക്കുക മാത്രമല്ല, നാം ആരാണെന്ന് അറിയുക മാത്രമല്ല, നമ്മുടെ വലിയമാരാണെന്ന് അറിയുക മാത്രമല്ല, നാം ശുദ്ധീകരണം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഈ മലിനമുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ മിക്കവാറും ഒരു വേദനയിലാണ്, ഒരു ചെറുപ്പക്കാരുടെ വേദനയിലാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്റെ ജീവിതയാത്രയെ പറ്റി എത്തിയിട്ടുണ്ട്, നോക്കില്ലാത്തതിനെ നോക്കിയിട്ടുണ്ട്, ശ്രദ്ധിക്കാത്തതിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്റെ നാമത്തിനെ അശുദ്ധി പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ കുറവ് പറഞ്ഞിട്ടുണ്ട്, തെറ്റുകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിന്റെ പുണ്യമായ രക്തം, ജ്ഞാനദൈവത്തിന്റെ കാലമല്ല, നിന്റെ ക്രൂശിലെ യേശുവിന്റെ രക്തം എന്റെ പാപം ഓടിക്കാൻ കഴിയുന്നതാണ്. നമ്മളെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തത്തിനായി കരമുയർത്തി വരുന്ന വിശുദ്ധ ഉദ്ദേശിച്ചു. ഈ മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ പോകട്ടെ, സമയം ഇങ്ങനെ പോകുമല്ലോ. ഈ രാമായണം 1-ാം അധ്യായത്തിൽ ദൈവം വെളിപ്പെടുത്തിയത് വായിക്കുന്നുണ്ടല്ലേ? എന്റെ 19, 20, 21 വാക്യം വായിക്കുമ്പോൾ പ്രപഞ്ചത്തിലൂടെ ദൈവം എന്ത് ചെയ്യുക? വെളിപ്പെടുത്തുക, സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തുക അല്ലേ? അതിന്റെ 19 മുതൽ വായിക്കുമ്പോൾ ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവാൻ. എങ്ങനെ? അദൃശ്യമായ ലക്ഷണങ്ങളിലൂടെ അവരുടെ ബുദ്ധിക്ക് ദൈവം തെളിവാക്കി കൊടുത്തു. പ്രപഞ്ചത്തിലൂടെ, സൂര്യനിലൂടെ, ചന്ദ്രനിലൂടെ, നക്ഷത്രങ്ങളിലൂടെയൊക്കെ ദൈവം തമ്പുരാൻ അവർക്ക് ഈ പ്രപഞ്ചത്തിലൂടെ അവർക്ക് വെളിവാക്കി കൊടുത്തു. എന്തിനാണെന്നറിയാമോ? 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, അവൻ ദൈവത്തെ അറിഞ്ഞിട്ട് അവന് മഹത്വം കരയറ്റണം. മഹത്വം കരയറ്റണം. 2, നന്ദി കാണിക്കണം. ഈ നന്ദി മഹത്വം തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ദൈവം ചെയ്തതും കണ്ടതും നന്മതും തന്നതിനൊക്കെ നന്ദി കരയറ്റുമ്പോൾ ദൈവത്തിന്റെ വലുപ്പം ഗ്രഹിച്ച് നമ്മൾ മഹത്വം കരയറ്റണം. പക്ഷെ ഇവരെന്താ അറിയാമോ? നന്ദി കാണിച്ചില്ല, മഹത്വം കൊടുത്തില്ല. നിങ്ങൾ 113 സംഘത്തിൽ വായിക്കുന്ന പോലെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുമ്പോൾ നീ നന്ദി കാണിക്കണം. ദൈവത്തിന്റെ വലുപ്പം പ്രാർത്ഥന വിഷയത്തിൽ തെളിയിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഒരുപക്ഷെ നമ്മുടെ കരം വെച്ച് രോഗിയായ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എത്രയോ പ്രാവശ്യം ദൈവ സൗഖ്യം നൽകിയിട്ടുണ്ട്. നമ്മുടെ
ദൈവത്തെ ഓർത്ത് നന്ദി കാണിച്ചില്ല, മഹത്വപ്പെടുത്തിയില്ല. എന്നിട്ട് അവരെന്തോ ചെയ്തു? ദൈവത്തിന്റെ തേജസ്സുള്ള ആ പ്രകൃതിയെ, ദൈവത്തിന്റെ നിത്യ തേജസ്സിന്റെ ആ കരത്തെ അവർ കുറച്ചിട്ട് ദൈവത്തെ മൃഗത്തോടും നാൽക്കാലിയോടും ഇഴജാതിയോടും പക്ഷിയോടും മനുഷ്യന്റെയും സാദൃശ്യത്തോടെന്തോ ആക്കി, അനുരൂപനാക്കി. പരതിയില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല, ദൈവത്തിന് നന്ദി കാണിച്ചില്ല. നന്ദി കാണിക്കാതെ, മഹത്വപ്പെടുത്താതെ ഇഴജാതി, മൃഗം, പിന്നെ പക്ഷി, നാൽക്കാലി എന്നിവയുടെ രൂപങ്ങളോട് എന്ത് ചെയ്യുന്നു? ആവശ്യമില്ല. അപ്പൊ ദൈവം വെളിപ്പെടുത്തി. പക്ഷെ ആ വെളിപ്പാട് എത്തിയിട്ടോടെ എന്ത് അതെ, ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. രണ്ട്, നന്ദി കാണിച്ചില്ല. ഇപ്പോൾ ആഗ്രഹിക്കുന്ന ദൈവത്തില് ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ദൈവം തന്നില്ലേ? ദൈവം ഉന്നതനാണെന്നും ദൈവം വിശുദ്ധനാണെന്നും ദൈവം വലുതാണെന്നും നാം ഗ്രഹിച്ചിരിക്കും. അതിന് തക്ക മഹത്വം കൊടുക്കുന്നുണ്ടോ? അതിന് തക്കവണ്ണം നന്ദി കാണിക്കുന്നുണ്ടോ? അവിടെ ശോധന ചെയ്ത് ഒരു ഉപവാസപ്രാർത്ഥനയാണ് പറഞ്ഞത്. നമ്മൾ കേട്ട് മാത്രമല്ല, നമ്മളൊന്ന് ശോധന ചെയ്യുകയുള്ളൂ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? എനിക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച്. ഞാൻ ശബരിമലയ്ക്ക് പോകുന്നതിന്റെ അടുത്താണെന്ന് ഞാൻ പറഞ്ഞത്. ആ പ്രിയപ്പെട്ടവർ കാണിക്കുന്ന ഭക്തിയുടെ 100 അംശം നമ്മൾ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. അവിടുന്ന് ഒരു ചെരുപ്പിടാവുന്നു. ചിലരുടെ കാലൊക്കെ പൊട്ടിയിട്ട് തുണിയൊക്കെ വെച്ച് കെട്ടി പിന്നെ ചെരുപ്പിടാന്ന് നടക്കുക. ഈ വ്യക്തമായതിന്, ജീവനില്ലാത്തതിന് അവരത്ര ബഹുമാനം കൊടുക്കുമെങ്കിൽ, അത്ര ഭക്തിയോടെ അവർ പോകുമെങ്കിൽ. ഞാൻ ആന്ധ്രയിൽ പ്രവർത്തിക്കാൻ പോയപ്പോ ഞാൻ കണ്ടു, അവിടെ പല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചോ. മഞ്ഞ്, ചുമല്, വെള്ള, കറുപ്പും വേറെ നിറവും 5 നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് വീട്ടിൽ പോകില്ല. ആ പ്രിയപ്പെട്ടവർ ആ തീരത്ത് ചുമ്മാ വന്ന് കിടക്കുക. ആരുടെ തീരത്ത്? എന്നറിയാമോ? വ്രതമാ. വീട്ടിൽ ചെന്നാൽ വ്രതം തെറ്റുമെന്നുള്ള പേടിയുള്ളതുകൊണ്ട് തണുത്ത കാറ്റടിച്ച രാജമുദ്രിയിലെ ആ ട്രെയിൻ പോകുന്നതിന്റെ കീഴെ വലിയ നദിയുടെ തീരത്ത് ചുമ്മാ കിടക്കുക. എന്നാ കിടക്കുന്നതെന്നറിയാമോ? വ്രതം, വ്രതം, വ്രതം. ആർക്ക് വേണ്ടിയാ? വളരെ പോകാനും, പിന്നെ അവിടെ തന്നെയുള്ള ഒരു സ്ഥലത്തുണ്ടല്ലോ മുട്ടയടിക്കുന്നത്, അവിടെ പോകാനും, ശബരിമല പോകാനും, കാഷായ വസ്ത്രങ്ങളും മറ്റു വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് അങ്ങനെ കിടക്കുക. നമ്മളോട് അതൊന്നും ദൈവം ആവശ്യമില്ല. നിങ്ങളെല്ലാവരും കറുത്ത വസ്ത്രം ധരിക്കാനോ വെള്ളവസ്ത്രം ധരിക്കാനോ അല്ലെ, നമുക്കത് നല്ലതായി. യൂണിഫോമിറ്റി നല്ലതാണെന്നേ ഉള്ളൂ. പക്ഷെ ദൈവവചനം നിങ്ങൾ ചുമന്ന് ധരിക്കണമെന്നോ കറുപ്പ് ധരിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ ദൈവം ആരാണ് വെളിപ്പാട് കിട്ടിയ ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മളാണ്. വിഗ്രഹങ്ങളല്ല, അത് വരുന്നവരല്ല ദൈവം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവരാണ് ദൈവം. വിശുദ്ധി ഭയങ്കരനാണ് ദൈവം. സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് ദൈവം. അവനെ പോലെ പറയാൻ വേറൊരാളില്ല, അവനെ പോലെ ഉന്നതനായ ഒരാളില്ല എന്ന് വെളിപ്പാട് കിട്ടിയ നീ അതിനനുസരിച്ച് ദൈവത്തെ ബന്ധപ്പെടുത്തുന്നുണ്ടോ? അതിനനുസരിച്ച് നന്ദി കലർത്തുന്നുണ്ടോ? ശതമാനമായിട്ടൊന്ന് സോറി. ഇനി എന്ത് സംഭവിച്ചെന്നറിയാം? അവർ ശരീരം കൊണ്ട് ദൈവത്തെ ബന്ധപ്പെടുത്താത്തതുകൊണ്ട് ശരീരത്തെ ദൈവം അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. ബുദ്ധി കൊണ്ട് ദൈവത്തെ ആരാധിക്കാത്തതിനാൽ ദൈവം അവരുടെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. മൂന്നാമത് അവരുടെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് അവരുടെ ഹൃദയം എന്ത് ചെയ്തു? ഇരുട്ടുപോയി. ഞങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നോക്കേ, ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താത്ത പ്രിയപ്പെട്ടവരുടെ ശരീരത്തെ അവലക്ഷണമായതിനും പിന്നെ അശുദ്ധിക്കും അപമാനരാഗങ്ങൾ ദൈവം എന്ത് ചെയ്തു? എത്തിച്ചതാണ്. ബുദ്ധി കൊണ്ട് ഇത്ര അറിവ് സയൻസ് പഠിച്ചു, ഒത്തിരി കാര്യങ്ങൾ ഗ്രഹിച്ചു. ഇതിന്റെ ബുദ്ധി ദൈവത്തെ ദേഹം കൊണ്ട് ദൈവത്തെ ആരാധിക്കാതിരുന്നപ്പോൾ അവരുടെ ഹൃദയം അവരുടെ ബുദ്ധി എന്ത് ചെയ്തു? നികൃഷ്ട ബുദ്ധിക്ക് എത്തിച്ചു. ആത്മാവ് കൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കാത്തതിനാൽ അവരുടെ ഹൃദയം എന്ത് ചെയ്തു? ഇരുട്ടുപോയി. ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതൊരു പഠനമായിരുന്നെങ്കിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അവിടെ ദേഹം കൊണ്ടും പറഞ്ഞു, ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും നമ്മൾ ആരെ ആരാധിക്കണം? അല്ലെങ്കിൽ ശരീരം കൊണ്ടൊക്കെ കരം ഉയർത്തിയോ
ഞാൻ ആ മോനെ ശ്രദ്ധിച്ച് പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ നൃത്തം ചെയ്തൊക്കെയായിരുന്നു അവിടെ നല്ലപോലെ നല്ല ജമ്പ് ചെയ്യുന്ന കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അപ്പൊ അവരെ ശ്രദ്ധിക്കണ്ടായി. നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് നമ്മുടെ ദൈവത്തെ നമ്മൾ മഹത്വം, നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യും? മഹത്വമില്ല. നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തെ, അല്ലെ ശരീരം അപമാനമാണ്, ബുദ്ധി നികൃഷ്ട ബുദ്ധി. ആത്മാവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്പിരിറ്റ് ആണെങ്കിലും ഹൃദയം അന്തരാത്മാവിനെയാണല്ലോ കാണിക്കുന്നത്. ഹൃദയം ഇരുണ്ടുപോയി, ഒരിക്കലും പ്രകാശം കിട്ടാത്ത രീതിയിൽ ഇരുളിലേക്ക് ആ ഹൃദയം എത്തിയിരുന്നു. ഇരുട്ടാണ് ഞാൻ പറഞ്ഞത്. വീട്ടിൽ പോയി നിങ്ങൾക്ക് കൂടുതൽ റെഫറൻസ് നടത്തുവാനായിട്ട് പറ്റും. അപ്പൊ ദേഹം ദേവി ആത്മാവിൽ നമ്മൾ ആരെ ആരാധിക്കണം? ആർക്ക് മഹത്വം കൊടുക്കണം? നന്ദി കാണിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തും. അപ്പോൾ ശ്രദ്ധിക്കുക, അയാൾക്ക് ചെയ്യണം, ദൈവം തന്നെ നമുക്ക് തന്നെ വെളിപ്പെടുത്തണം. അതിനെന്താ തരും? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ദൈവം തരും. ദൈവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, നീ ആരാധന നിനക്ക് മഹത്വം കലർത്താനും നന്ദി കലർത്താനും, നീ ആരാധന മനസ്സിലാക്കി നിന്നെ സേവിക്കാനും എനിക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണേ. സ്തോത്രം, സ്തോത്രം. ഇനി രണ്ടാമത്തേതിലേക്ക് നമ്മൾ വരികയാണ്. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അങ്ങനെ നിങ്ങളെ തന്നെ നമ്മൾ ചെയ്യണം. അറിയാം, നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഞാൻ പൊടിയാ, കർത്താവേ ഞാൻ കൃപയാ, കർത്താവേ ഞാൻ ഒന്നുമില്ലാത്ത പൊടി കൃപയ. ഇപ്പൊ പണ്ട് പാടിയിട്ട് നോക്കണം, കൃപയാണോ ഇല്ലയോ അറിയാം അല്ലേ? പൊടിയാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ വേണം, അങ്ങനെ പ്രാർത്ഥിക്കണം. ആ മനോഭാവം നമുക്ക് വേണം. 22ാം സംഘത്തിൽ നമ്മൾ വായിക്കുന്നത് ഞാനോ കൃപയാണ്, മനുഷ്യരല്ല ഒരു കൃപയാണ്. മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നീതിയും തന്നെ കൃപയെന്നൊക്കെ പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ ആ മനോഭാവം എപ്പോഴും കീപ്പ് ചെയ്യണം. നമ്മൾ ആരാണെന്ന് നമ്മളൊന്ന് അറിയണം. പറഞ്ഞേ, നമ്മൾ ആരാണെന്ന് അറിയണം. മോനാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നാണ് മോനാകുക. അത് തിരിച്ചറിവില്ലാത്ത ഒരു കുഞ്ഞിനെ കുറിച്ച് നമ്മളെന്തോ പറഞ്ഞു, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഒക്കുവല്ലേ? രണ്ടാമത് നമ്മൾ അറിയേണ്ടത് നമ്മൾ ആരാണെന്ന് അറിയണം. പറഞ്ഞ് നാം ആരാണെന്ന് അറിയണം. അറിയുന്നത് എന്തോ വേണോ? നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. അങ്ങനെ പ്രകാശിക്കുമ്പോഴാണ് നാം ആരാണെന്ന് അറിയുന്നത്. ഹൃദയത്തിന്റെ ദൃഷ്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്രയുള്ള ഒരു സാധനമാണ് ഹൃദയം. നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാ, അതിനകത്ത് വല്ല കണ്ണ് കണ്ടിട്ടുണ്ടോ? ദൃഷ്ടി കണ്ടിട്ടുണ്ടോ? പുതിയ അറിവല്ലേ? പക്ഷെ ബൈബിൾ പറയുന്നു ഹൃദയദൃഷ്ടി പ്രകാശം. അർത്ഥം, നമ്മൾ ഈ പുറമേ മനുഷ്യനുള്ളതുപോലെ തന്നെ അകമേ ഒരു മനുഷ്യനുണ്ട്. പുറമേ ആൾക്കുള്ളതുപോലെ തന്നെ അകമനുഷ്യനുണ്ട്. വിശുദ്ധ പറയുന്നു, പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ ക്ഷയിച്ച് പോയാലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ ചെയ്യുന്നു, ശക്തി പ്രാപിക്കുന്നു. അപ്പൊ അകത്തെന്തോ ഉണ്ട്? ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ കമ്മ കൊടുക്കണം. ഹലോ, അകമേലുള്ള മനുഷ്യന്റെ ദൃഷ്ടി പ്രകാശിക്കണം. നമുക്കറിയാമല്ലോ, വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ന്യായപ്രമാണം നമ്മളെ പുസ്തകം, വേദപുസ്തകം ഇത് വായിച്ചിട്ട് അതിനകത്ത് അക്ഷരമല്ലാതെ അത്ഭുതം കണ്ട എത്ര പേരുണ്ട്? നമ്മൾ വായിക്കുന്ന അക്ഷരം നമ്മുടെ നാട്ടിൽ കാണുന്നതോ ഇംഗ്ലീഷ് വഴി വായിച്ചാൽ അല്ലെങ്കിൽ മലയാളം വായിച്ചാൽ മലയാള അക്ഷരമല്ലേ കാണുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ചില ദുഃഖ സമയത്ത്, ചില ഭാര സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോ ചില വാക്യങ്ങൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കണ്ണിൽ ഒതുക്കിയിട്ടില്ല. നമ്മൾ വളരെ അങ്ങോട്ട് എടുത്ത് പേരെ എടുത്തിട്ട് ചുവന്ന പക്ഷി കൊണ്ടോ പച്ചപക്ഷി കൊണ്ടോ കറുത്ത പക്ഷി കൊണ്ടോ നീല പക്ഷി കൊണ്ടോ വരച്ചിട്ടില്ലേ? അതെന്നെ വരച്ചത്. ആ വചനം എന്നോട് സംസാരിച്ചതാ. ആര് പറഞ്ഞു എന്നോട് സംസാരിച്ചതാണെന്ന്? എന്നോട് സംസാരിച്ചതാ. ആ വചനം പിറ്റേ ഞായറാഴ്ച സാക്ഷി പറയാനാകുമ്പോ നമ്മൾ ചാടി എത്തിയിട്ട് പറയും, കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും എന്നെ ജീവിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട്
അറിയോ? അപ്പൊ ഈ വായിച്ചോണ്ടിരുന്നപ്പോ നമ്മൾ എന്തോ കണ്ടു? അക്ഷരമല്ല, അക്ഷരത്തിന് അങ്ങേപ്പുറത്തൊരു അത്ഭുതം കണ്ടു. കുന്നുകൾ നീറിപ്പോകും, പർവ്വതങ്ങൾ മാറിപ്പോകും, എന്നോടുള്ള നിന്റെ പോയില്ല. സ്ഥലപരിവർ ചേർന്നാണ് പറയട്ടെ. എന്റെ നാളെ എക്സ്പോസി ജോലി ചെയ്യുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ദിവസം അറിയുന്ന വയ്യാതെ അപ്പൊ ഞാനിവിടെ പോയി ഞാൻ ഋഷിക്കൂടെ കഴിഞ്ഞ സമയം 17 വയസ്സുണ്ട്. ഇങ്ങനെ സന്ധ്യയായി അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ തിരികെ വരിക. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 2-2.5-3 കിലോമീറ്റർ മൈലല്ല, കിലോമീറ്റർ മല ഇങ്ങനെ കയറി പോകണം. അപ്പൊ അദ്ദേഹം ഞാനിവിടെ പോയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനോ കൂട്ടുകാരൻ വളരെ ആ പ്രിയപ്പെട്ട എന്തെടുത്തെന്ന് അറിയാമോ? എന്റെ അടുത്ത് വന്ന ഉമ്മച്ചന്റെ മോനെ, എന്റെ അപ്പന്റെ പേരും എന്റെ പേരും കോശി, എന്റെ അപ്പന്റെ പേരെ കോശി. ഇങ്ങനെ പാരമ്പര്യമായി കിടക്കുന്ന അഭ്യന്തരമായിരുന്നു ആ പേരിനകത്തോട്. സോറി. അപ്പൊ എന്നോട് ചോദിച്ചു, മോനല്ലേ വീട്ടിലെ പേര് ഷാജിദാണേ. അപ്പൊ എന്നോട് ചോദിച്ചു, മോന ഞാനെപ്പോഴാണെങ്കിലും കാണുന്ന എമ്മച്ചോട് വിശേഷമൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം വെറ്റ മുറുക്കിയൊക്കെ ചുമന്നിരിക്കുകയാണ്. വെളുത്തൊരു മനുഷ്യനാണ്. അത് ഭയങ്കര മതവാദിയാണ്, കടമൻ തെച്ചന്റെ സേവക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിനൊരു അഭ്യാസമാണ്. എന്റെ പിതാവിന്റെ അടുത്തൊരു കൂട്ടുകാരനാണ്. അദ്ദേഹത്തെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വണം വലിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിച്ച് അനക്കാൻ പറ്റുകയും അത്ര ചൂട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനസ്സിലായിട്ടില്ല. 10-15 പേര് കൂടി വലിച്ച പുള്ളി അനക്കത്തില്ല. അത്ര അഭ്യാസിയായ സേവയുള്ള ഒരു മനുഷ്യൻ. ഇതേ എന്നെ കെട്ടിപ്പിടിച്ചു. ഇത്ര വിലക്കുറാകുന്നല്ലോ, എന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു. ഉമ്മച്ച പോലെ പോകുമ്പോൾ ഞാൻ എന്റെ മോനെ വിടുന്നില്ല, നിന്റെ മോനെ മോനാടാന്നൊക്കെ പറഞ്ഞ് തരാറ്. കരയെ മാത്രമല്ല ഉള്ളുകാരനെ എന്റെ മോനെ നിനക്ക് ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും അവസാനം കരഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് രണ്ട് ഉമ്മ എന്നോട് പറഞ്ഞു, എന്നാലും ദൈവമേ നീ കുറച്ചത് എന്റെ ഉമ്മച്ചന്റെ പേരോട് ചോദിച്ചല്ലോ. നമ്മൾ വട്ടടിച്ചു പോവാം. ഇതൊക്കെ അദ്ദേഹം പറയുക, മോനെ നിനക്ക് ആയുസില്ലടാ, 27 വയസ്സ് വരെ ഉള്ളതാ. എല്ലാവരും 4 ശേഷം ഒന്നു കൊടുത്തിട്ട് 27 വയസ്സിൽ ദൈവമേ നീ എടുക്കുകയാണോ, ഈ കുറച്ചതാണോ എന്റെ ഉമ്മച്ചനോട് ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്കുള്ള ഗ്യാസ് കണ്ടു രക്ഷിക്കപ്പെട്ടതേ. പക്ഷെ ഒരാളുണ്ട് എവിടെ പോകും. പക്ഷെ പെണ്ണെന്താ പറ്റിയല്ലോ. അല്ല അത് ഞാൻ ചിന്തിച്ചത് നിങ്ങൾ ചുറ്റായതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് ഈ കുടുംബം നിലനിൽക്കുമല്ലോ. എനിക്ക് വളരെ വിഷമം തോന്നി. എന്റെ പിതാവ് നടന്നു പോയി. തിരികെ നോക്കിയപ്പോൾ പുള്ളിക്ക് എന്നെ കെട്ടിപ്പിടിച്ചാൽ നിൽക്കുകയാണ്. ഞാൻ ഓടി പേർക്കടിക്കുന്നത് എന്തോ വന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പുള്ളി കുടിച്ചു. അപ്പൊ എന്നെ മനസ്സിനകത്ത് പോയപ്പോഴെല്ലാം എന്റെ ദൈവമേ എനിക്ക് ആയുസില്ലല്ലോ എന്ന് നിരാശ. അത് നിങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ നിരാശപ്പെട്ടാലേ അറിയത്തുള്ളൂ. നാളെ കട്ടി പോകുന്നു പറയുമ്പോഴേ അതിന് അറിയുന്നത്. ഇത് വീട്ടിൽ പോയി എന്ന രാത്രി സന്ധ്യാപ്രാർത്ഥന ഇത്തിരി ആഹാരം കഴിച്ചു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കാനിരുന്നപ്പോ എന്റെ അപ്പൻ അമ്മ വരെ പ്രാർത്ഥിച്ചതുപോലെ ഇന്നും പ്രാർത്ഥിച്ചു. ദൈവമേ എന്റെ മോനെ ആയുസിന്റെ മധ്യത്തിൽ അതെന്നും പ്രാർത്ഥിക്കും. അപ്പൊ എന്നെ ചെയ്തു. കണ്ടോ അങ്ങാരും പറഞ്ഞു, അപ്പനും പറഞ്ഞു. ഈ 6 പെണ്ണിന് ശേഷം 7ാമത് ഒരാളുണ്ടായപ്പോ ഇവർ ജ്ഞാനം വരെ നോക്കിക്കാണും. 27ാമത്തെ വയസ്സിൽ തട്ടിപ്പോകുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അപ്പച്ചൻ പ്രവർത്തിക്കുന്നത്. എന്തോ ആയുസിന്റെ മധ്യത്തിൽ എനിക്ക് നിരാശ തോന്നി. ഞാൻ കട്ടിലെ കിടന്നു. ഉറങ്ങാൻ ഒരു തീയതി കഴിച്ചു പോകുമല്ലോ. കുറെ കഴിഞ്ഞപ്പോൾ ഉറങ്ങിയാലോ. ഉറങ്ങിയപ്പോൾ ഒരു ദർശനം കാണുകയാണ്. ഈ ബൈബിൾ തുറന്നു വെച്ചിരിക്കുന്നു. അയാളത്താലും മീന്റെ ചിഹ്നം പോലെ ഹൈലൈറ്റ്സ് കൊടുക്കുന്ന ഒരു ചിഹ്നം. പ്രവചനം ലാസ്റ്റ് ചാപ്റ്ററിലെ ഒരു വാക്യം, പുതിയ ആകാശവും പുതിയ ഭൂമിയും നിലനിൽക്കുന്നത് പോലെ നിന്റെ പേരും നിന്റെ സന്താനത്തിന്റെ പേരും അറിയാമോ? അപ്പ നിന്റെ കയ്യിലല്ല കടവത്തച്ഛന് ഭൂതാത്മാവ് നിന്റെ കയ്യിലല്ല. എന്റെ ആയുസ് എന്റെ കർത്താവിന്റെ കാര്യത്തിലാണ്. നീ എന്നെ തീരുമാനിക്കുന്നത് എത്ര ദിവസം ജീവിച്ചിരിക്കണമെന്ന് എന്റെ വചനത്തിലാണ്. ആ വചനം ആയുസിനെ മറന്നുപോയില്ല. എന്നാന്നറിയാമോ? അവരെ യെശയ്യാവിനോട് പറഞ്ഞതായിരിക്കാം, ഇസ്രായേലിനോട് പറഞ്ഞതായിരിക്കാം, പക്ഷെ എന്നോടുള്ള വാഗ്ദത്തം വരണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആ വാക്യത്തിൽ കാണുന്നത് അക്ഷരമല്ല, അത്ഭുതം.
എല്ലാം അറിയാമോ? ആ വചനത്തിലൂടെ എന്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്ന, എന്നോടുള്ള വാഗ്ദത്തം നിറവേറ്റുന്ന ജീവൻ ഞാൻ കാണുകയാണ്. അങ്ങനെ നിരാശയും വേദനയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് വചനത്തിലൂടെ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള എത്ര പേര് വിളിച്ചു? എന്നോടുള്ള വാഗ്ദത്തങ്ങൾ എന്ന് പറഞ്ഞ് മറന്നു പോകാതെ വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചുണർത്തുവാൻ ഇത് പലരും തയ്യാറാകുമോ? നിന്റെ ജീവിതത്തിലുള്ള അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ കാര്യം ഉയർത്തിയ വിശുദ്ധീകരിച്ചു. അപ്പൊ ഇവിടെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാനുണ്ട്. അപ്പൊ ഹൃദയത്തിൽ എന്തോ ഉണ്ട്? ദൃഷ്ടിയുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യൻ എന്തോ ഉണ്ട്? ദൃഷ്ടിയുണ്ട്. കേൾക്കാൻ കഴിയുമോ? ആത്മാവ് സഭയോട് പറയുന്നത് ശരിയുള്ളത്. ഇത് വിധിക്കാൻ കഴിയുമോ? യഹോവ നല്ലവരെന്ന് നമ്മൾ വാക്കോട്ടാണ് ഉപയോഗിച്ചത് അല്ലെ? അനുഭവത്തിലൂടെ അല്ലെ? നമ്മുടെ അകത്തെ മനുഷ്യൻ വിധിച്ചറിഞ്ഞോണ്ടിരിക്കും. അപ്പൊ യഹോവ നല്ലതെന്ന് വിധിച്ചറിയിൽ അതിനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ പ്രിയരെ, അകത്തെ മനുഷ്യന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്ന് ചെയ്യണം. ഞാൻ അതിനകത്ത് 3 ആശയമുണ്ട്. അതിനകത്ത് ഒരാശയം എന്ന് പറയുന്നത് ഒന്ന് തൊട്ടിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ പറഞ്ഞ ആ സമയത്തേക്ക് പോവുക, പിന്നെ തിരികെ വന്നോ ആവശ്യമെങ്കിൽ മറ്റു കോശം വിട്ടുപോയത് പിന്നെ ആവശ്യമെങ്കിൽ ഞാൻ തിരികെ വന്നു. ശ്രദ്ധിക്കുക. അപ്പൊ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് 3 കാര്യങ്ങൾ അറിയാം. ഒന്ന് വിളിയാലുള്ള എന്ന് പറഞ്ഞ് കർത്താവിനെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ എത്ര പേര്? അതിന്റെ പിന്നിൽ ഒരു പ്രതീക്ഷയുണ്ട്, ഒരാശയുണ്ട്. ആ ആശ പൂർണ്ണമായി തിരിച്ചറിഞ്ഞ എത്ര പേരുണ്ട്? അങ്ങനെയാണ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ കാര്യം, എന്നെ വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് എന്തോ ഒരു ഉദ്ദേശം. അപ്പൊ എപ്പോഴും പറയുമായിരുന്നു അമ്മാടെ ആലപ്പുഴയ്ക്ക് പോയത് പോലെ. എന്താ അമ്മാടെ ആലപ്പുഴയ്ക്ക് പോയത്? ആലപ്പുഴക്കാരുണ്ടോ? അമ്മാടെന്ന് പറയുന്ന മോനെ അപ്പം വിളിച്ചു പറഞ്ഞ കിടക്കാൻ പോകാമോ? നാളെ രാവിലെ ആലപ്പുഴ വരെ പോകണം. ആകെപ്പോ ആട്ടെ കടന്നു പറഞ്ഞു. പിന്നെ രാവിലെ 4 മണി എഴുന്നേറ്റ് പല്ല് കഴിച്ചു, കൊണ്ടുകൊടുത്തു, ജുവാരി വിട്ടു, വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. 3-4 മൈൽ നടന്നിട്ട് വേണം വണ്ടി കയറി ചങ്ങനാശ്ശേരി കയറി വള്ളത്തെ കയറി അങ്ങ് ആലപ്പുഴ. അവിടെ ചെന്നാൽ ചിന്തിക്കുന്നത് ഇന്നലെ അപ്പം കിടക്കുന്നതിന് ഇപ്പൊ പറഞ്ഞിരുന്നത് ആലപ്പുഴ പോകണം. എന്തിനു പോകണമെന്നാണ്. അതിന് അമ്പാണ് അങ്ങനെ വിളി കേട്ടിറങ്ങിയ മാറ്റമുണ്ട്. പിന്നെ വീട് പിന്നെ ദൈവത്തിന് എന്തോണ്ട്? ഒരു വീട് വീട്ടിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. നിങ്ങൾക്ക് അറിയത്തില്ല, അറിയാം. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള പ്രസംഗം, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ വയറക്കത്തിലാകുന്നവരെ കഴിച്ചുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ? വയറ് കഴിക്കുന്ന അറിയാമോ? പിന്നെ വയറ് വീട്ടിൽ വെച്ചിട്ട് വരാൻ പറ്റില്ല. ഈ ശ്വാസം എടുത്ത് പ്രസംഗിക്കുമ്പോൾ അകത്തോട്ട് ശ്വാസം എല്ലാം കൂടെ നമ്മൾ അടിച്ചു കയറ്റിട്ട് ഈ ശബ്ദം പുറത്തോട്ട് വരിക. നല്ലൊരു പ്രസംഗം കഴിഞ്ഞാൽ ഒരു കളകാലം കിടക്കുന്ന നിങ്ങൾക്ക് നൈറ്റ് ചെയ്തിട്ട് 12 മണിക്കൂർ നൈറ്റ് ചെയ്തിട്ട് വീട്ടിലോട്ട് വരുമ്പോ പാത്രം ഞങ്ങൾ ഉറപ്പിത്തല്ലി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്. ഒന്നും കിടന്നാൽ മതി, കണ്ണ് കണ്ടാൽ മതി, കഴിക്കാൻ വേണ്ട, കുടിക്കാൻ വേണ്ട, ഒന്നും ചരിഞ്ഞാൽ മതി. നമ്മൾ പറയുന്ന പോലെ ഒരു പ്രസംഗം നമുക്ക് കഴിയുകയില്ല എന്നുള്ളത് ഇല്ലേ? അല്ല നമ്മളെന്താ ഈ ഉത്തരവോസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കഴിയും. ഈ ശാസ്ത്രോട്ട് പ്രസംഗം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? വയറൊക്കെ ചാറും. പിന്നെ പട്ടിണിയുള്ള വീട്ടിൽ ഞാൻ ആരും പറയുന്നു. ശ്രദ്ധിച്ചേ, വലിയുള്ള ആശ ഇത് നമുക്ക് തെറ്റ് പറ്റാം. നമുക്കെന്ത് ചെയ്യാം? തെറ്റ് പറ്റാം. പൗലോസ്ലീഹയ്ക്ക് പോലും ഈ തെറ്റ് പറ്റി. ശ്രദ്ധിക്കണേ, പൗലോസ്ലീഹ ദർശനം കണ്ടു, ദമസ്കോസിലേക്ക് പാർത്തു, കുറച്ചാൽ ഉപദേശി പണിക്കാരോടൊപ്പം യഹൂദന്മാരെയൊക്കെ മിണ്ടാവാക്കി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. കുറെ കഴിഞ്ഞപ്പോ ഈ വവ്വാൽ നടക്കുന്ന പോലെ പിടിക്കും പറ്റി. യഹൂദന്മാർ കാണുന്ന പറയണം, അവനെ സൂക്ഷിക്കണോ, അവൻ നമ്മുടെ കൂടെ നിന്നതാ, ഇപ്പൊ ചാടി പോയതാ, അവനോട് വലിയ സംസാരിക്കൊന്നും വേണ്ട, അവൻ നമ്മുടെ ഇടയിലുള്ളവരെ ചെയ്തുകൊണ്ടിരിക്കും.
പിടിച്ചോണ്ടിരിക്കും, കൂടുതൽ ചങ്ങാത്തത്തിൽ പോകണ്ട ഇല്ലേ? തിരിച്ച് വിശ്വാസത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോ പറയും, ഇവൻ നമ്മൾ ഇടയ്ക്ക് വന്നിരുന്ന അലേരിയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക, സൂക്ഷിച്ചോളം. നമ്മുടെ അച്ചാര്യ അമ്മമാരെയൊക്കെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാർ അടുക്കം കൊണ്ടുപോയി ശരിക്കും അടിച്ചവരാ. കൂടുതൽ നമുക്ക് വിവേചിക്കാറൊന്നും ആയിട്ടില്ല. ഒരു 6 മാസം കഴിഞ്ഞാല് ശരിക്കും നമുക്ക് അറിയുള്ളൂ മുറ്റിയ മാനസാന്തരം. 3 മാസം എന്നാ പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ അടിക്കണ്ട, പെണ്ണൊന്നും പറഞ്ഞു കൊടുക്കണ്ട, രാത്രിയിലെ പ്രാർത്ഥന ഇവിടെ പറഞ്ഞു കൊടുക്കരുത്, ചിലപ്പോൾ അവരെ വിളിച്ചോണ്ട് വന്ന് അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യും? ഈ 2 കൂട്ടരും എന്ത് ചെയ്യുന്നില്ല. നമ്മളങ്ങനെ വായിക്കുന്നു, ബൈബിള് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നു. 2 കൂട്ടരും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഈ പ്രിയപ്പെട്ടവർ അവിടെ നിന്നിട്ട് നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. അത് കഴിഞ്ഞ് സ്വന്തം നാട്ടിൽ പോയി വീട്ടിൽ നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുക. ട്രാക്ടൊക്കെ കൊടുക്കുവായിരിക്കാം, എന്റെ ട്രാക്ക് ഇല്ലാട്ടോ. സുശേഷൊക്കെ പറഞ്ഞു വീട്ടിൽ തന്നെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ത്യോഖ്യയിൽ കുറച്ചുപേർ രക്ഷിക്കപ്പെട്ടു. അവിടെ ഉപദേശമായിട്ടിരിക്കുന്നത് ബർന്നബാസ്. ബർന്നബാസിന് പ്രബോധപുത്രൻ എന്നാണ് പേര്. ആ പ്രിയപ്പെട്ടവരുടെ ഉള്ളിനകത്ത് താല്പര്യത്തില്ല. ആ ദമസ്കോസിലുള്ള ശൗല് പൗലോസ് നമ്മളോടൊപ്പം ഒരു അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് കിട്ടുകയാണെങ്കിൽ പ്രയോജനമുള്ള ചെറുപ്പക്കാരൻ. അവൻ അവന്റെ സ്വന്തം സ്ഥലത്ത് ചെന്ന് അവനെ തിരഞ്ഞു, അവനെ കണ്ടു, അവനെ കൂട്ടിക്കൊണ്ട് നേരെ അന്ത്യോഖ്യ വന്നു. ഇനി അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ ബഹുജനത്തെ ഉപദേശിക്കുകയും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ വായിക്കുന്നു 11-ാം അധ്യായത്തിൽ വായിക്കുന്നു. പുസ്തകം 11-ാം അധ്യായം ശ്രദ്ധിച്ചേ. ഇപ്പൊ പൗലോസിനെ നിങ്ങൾ വിളിച്ച് പൗലോസിന്റെ ഒരു സാക്ഷ്യം കിട്ടി. ബഹുമാനപ്പെട്ട പാസ്റ്റർക്കും മറ്റുള്ളവർക്കും സ്വന്തം, ഞാനിപ്പോ അന്ത്യോഖ്യ സഭയിലെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ 1 വർഷമായി പ്രവർത്തനങ്ങളൊക്കെ വളരെ അനുഗ്രഹമായി നടക്കുകയാണ്. കുറെ ആത്മാക്കളൊക്കെ അവിടെ രക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ആര് പറയുന്നു? പൗലോസ് പറയും. ആര് എന്തോ വേല ചെയ്യുന്നു? കർത്താവിന്റെ വേല പറഞ്ഞ് കർത്താവ് ആര് ചെയ്യുന്നു? പൗലോസ് ചെയ്യുന്നു. എവിടെ ചെയ്യുന്നു? അന്ത്യോഖ്യ. ആരോടൊപ്പം ചെയ്യുന്നു? ബർന്നബാസിനോട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സഭയിൽ ഉപവാസ പ്രാർത്ഥന വെച്ചു. എല്ലാവരും കൂടെ പായൊക്കെ ദേവദാസൻ പറഞ്ഞതുപോലെ പായൊക്കെ ഇട്ട് 1-20 കഴിഞ്ഞ വിരിക്കായിരുന്നോ എനിക്ക് അറിയത്തില്ല. അവരെല്ലാം വീട്ടിൽ ഉപവസിച്ചു. ആ സമയത്ത് പ്രധാനമായിരുന്നു 2 പേര് ആത്മാവിലായിട്ട് പ്രവചനം പറഞ്ഞു. എന്താ പ്രവചനം പറഞ്ഞു? 13-ാം അധ്യായം. ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുവാൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പൊ ഇത്രയും നാളെ ചെയ്ത വേല എന്തുവാ? സുവിശേഷ വേലയല്ലേ? സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബഹുജനത്തെ ചെയ്തുകൊണ്ടിരിക്കുക, സഭായോഗങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും പക്ഷേ ഇന്നത്തെ ദൂരം എന്നോട് സംസാരിച്ചു. പരിശുദ്ധാത്മാവ് നമ്മളെ ഭാഗത്തോടാണ് എന്നോട് കർത്താവ് ഇടപെട്ടെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ആർക്ക് സന്തോഷമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ഉപദേശിച്ച് പറയുക, ബർന്നബാസിനെയും പൗലോസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് പറഞ്ഞേ, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് പറഞ്ഞേ. അപ്പൊ പൗലോസിനെ വിളിച്ചതിന്റെ പിന്നിൽ ആർക്ക് ഉദ്ദേശമുണ്ട്? എന്താ ഉദ്ദേശം? അന്ത്യോഖ്യ സഭയെ കുത്തിയിരിക്കുകയല്ല, അന്ത്യോഖ്യ സഭയിൽ സഭായോഗം നടത്തുകയല്ല, ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയാണ്. ഒരു മിഷണറിയായിട്ട് ഓടി നടന്ന് സഭ സ്ഥാപിക്കുന്ന ശുശ്രൂഷയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ വിളിയാലുള്ള ആശ ഓരോരുത്തരെ കുറിച്ചും വ്യത്യസ്തമാണ്. അത് തിരിച്ചറിയണമെങ്കിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ചിട്ട് കർത്താവ് വിളിച്ചത് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ വിളിച്ചതിന്റെ പിന്നിൽ പർപ്പസ് അതെനിക്ക് തിരിച്ചറിയാം. വിളിച്ചോ അതുവരെ അന്ത്യോഖ്യ സഭയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർ അവിടുന്ന് പോവുകയാണ്. 1-ാം മിഷണറി യാത്ര, 2-ാം മിഷണറി യാത്ര, 3-ാം മിഷണറി യാത്ര. എന്തിനാണ് പറയണം? 4 നമുക്ക് പറയുക. 1 തെളിവേ ഉണ്ടെങ്കിലും
റോമിൽ നിന്ന് പിന്നെ വിടുതൽ പ്രാപിച്ച് 50 നാളുകളുടെ സുവിശേഷ പ്രവർത്തനം ചെയ്ത് അങ്ങനെയെങ്കിൽ 4 പറയാം. ഈ 4 മിഷണറി യാത്രയും ചെയ്ത് യൂറോപ്പിലും ഏഷ്യയിലും ഇറ്റലിയിലും എല്ലായിടങ്ങളിലും സഭ സ്ഥാപിച്ച അവസാനം റോമിൽ പോയി ആത്മാക്കളെ നേടാൻ ദൈവം കരങ്ങൾ എടുത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? വിളിയാനുള്ള ആശക്തിയാണ്. എത്ര പേരുണ്ടാവും? അതായത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിച്ചേക്കെ ഈ രാജ്യത്ത് കൊണ്ടുപോകും. ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്റെ ഒരു കൂട്ടുകാരി എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു അപേക്ഷ കൊടുക്കുകയും കൊണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ ഒരു വാക്കു നിമിത്തമായി ഇവിടെ വന്നത്. നീ എന്നെ അറിയുന്നു, എന്നെ ചുമ്മാ കൊണ്ടുവന്നതല്ല. എന്റെ തലമുറ ഇവിടെ കൊണ്ടുവന്ന് ചുമ്മാ കൊണ്ടുവന്നതല്ല. എനിക്കൊരു കുടുംബജീവിതം തന്നോ ചുമ്മാവല്ല. ഇതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. അതോ കേരളത്തിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പാസ്മാർക്ക് ഭാഗത്തിൽ എന്റെ ജോലി ചെയ്തിരിക്കും ഇല്ലേ? നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ ഈ ദേവാലയത്തെ സംബന്ധിച്ച് ഒരു ബിസിനസ് സ്ഥാപനമൊക്കെ നടത്തി ഇങ്ങനെ വലിയ നല്ല സഭയിൽ നടത്തും. അവിടെ പോയി ഓർമ്മയൊക്കെ വായിച്ചുകൊണ്ട് ഒരു സംഭവമൊക്കെ ചെയ്ത് അവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം വേണ്ടോന്ന് വായിച്ചിട്ട് പോയി. പക്ഷെ കർത്താവാണ് ഇവിടെ കൊണ്ടുവന്ന് പാസ്റ്റാക്കാൻ അപ്പന്മാര് ദിവസത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ള പോകും. തലമുറയോടുള്ളത് അത് പ്രാവർത്തികമാക്കുക ദൈവത്തിന്റെ നീതി. നിന്നെ വിളിച്ചതിന് പിന്നെ ദൈവത്തിന് ഉദ്ദേശം. എത്ര പേര് പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ വിളിച്ചതിന് പിന്നെ നിനക്കൊരു ഉദ്ദേശമുണ്ട്, എന്നെ തെരഞ്ഞെടുത്തതിന് പിന്നെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അത് തിരിച്ചറിയുവാൻ അതിന്റെ പൂർണ്ണ വെളിപ്പാട് ഒന്ന് വിതരണം ചെയ്യത്തക്ക രീതിയിൽ, വെളിപ്പാടത്തക്ക രീതിയിൽ എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിയാണ് ഉള്ളൂരിൽ പ്രാർത്ഥിക്കുന്നത്. ഇനി റോമയിലേക്ക് 12 അധ്യായം വായിക്കാൻ നമുക്ക് പറയാം. ഭാവിക്കുന്ന ഭാവിച്ചു വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ഓരോരുത്തർ എന്തുവാ റോമലേഖനം 12:3 താഴെ. ഇതെല്ലാം കാണാപ്പാട് ഓർമ്മയില്ല. 12 ഭാവിക്കേണ്ടതിന്റെ ഭാഗത്ത് ദൈവം അവരവരുടെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. അപ്പൊ ഓരോരുത്തർക്കും എന്തുകൊണ്ട് പങ്കിട്ടു സുബോധമാകും വേണം. എടുത്ത് ഞാനത് കർത്താവിക്ക് കൃപാകരം തന്നു ചാടിന്ന് പോകരുത്. സുബോധമാകും വേണം. ഭാവിക്കണം. ഞാൻ എനിക്ക് ലഭിച്ച കൃപയാ നിങ്ങൾ ഓരോരുത്തരോടും എന്തെങ്കിലും കർത്താവിനെ വിളിച്ച എന്നെ ഒരു പ്രസന്റ് ആയെന്ന് ചിന്തിക്കരുത്. അങ്ങനെയല്ല, നമ്മളത് തിരിച്ചറിയാം. അടുത്തത്, ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഉണ്ടെന്നതാണ്. അടുത്തത്, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും അവയവങ്ങളുമാകും. അടുത്തത്, ആകെ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരവുള്ളതുകൊണ്ട് എല്ലാവർക്കും പ്രധാനന്മാരാകാനാവില്ല. എനിക്കുണ്ടായിരുന്നു കേട്ടോ. എന്നോട് ഈ തലേ കഴിക്കുന്ന ഞാൻ പ്രോഗ്രാംസ് വിളിച്ചിരിക്കും. അപ്പൊ എന്റെ മനസ്സിലാക്കിയിരുന്ന പരിപാടി മൊത്തം എന്താ അറിയോ? ഞാൻ ഈ ഓരോരുത്തരുടെ തലയിലൊക്കെ കൈവച്ച് അന്വേഷണമൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ വിളിച്ച് ഒരു എന്റെ മനസ്സിലുള്ള ഭാവന ഞാൻ ഒത്തിരി 21 തന്നെ ഒത്തിരി മോശിച്ചിട്ട് എനിക്ക് മാത്രം അത് തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, പോസ്റ്റ് പറയുന്നില്ല പറയുന്നത്. ദൈവത്തോട് പറയുന്നത് ഒരു യഹോവയുടെ വചനം പ്രസംഗിക്കുന്നെങ്കിൽ അരുളപ്പാട് അറിയിക്കുന്ന പോലെ എഴുതിയിട്ടുണ്ട്. യഹോവയുടെ ദൂത് പറയുന്നവൻ എങ്ങനെയാണ് അരുളപ്പാട് അറിയിക്കുന്ന പോലെ. എന്റെ ദൈവദാസ അന്ന് എന്റെ കണ്ണെന്ന് തെളിഞ്ഞു, എന്റെ നിരാശ എന്ന് മാറി. സ്തോത്രം. അന്ന് മുതൽ ഇന്ന് വരെ ഒരൊറ്റ ദിവസം പോലും ദൈവത്തിനെ പ്രസംഗിച്ചിട്ട് ഒരാളെങ്കിലും എന്റെ അടുക്കൽ വന്ന് എന്നോട് സംസാരിച്ചൊന്നും പറയാത്ത ദിവസങ്ങൾ ആരെയും തലയിൽ കൈവച്ച് ദൂരം പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ പറയുന്നതേ ഉള്ളൂ. പക്ഷെ ദൈവം വചനത്തിൽ കൂടെ സംസാരിക്കുമെന്നുള്ളതിനെ 100 പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ടായി. ഒരുവൻ വചനം സംസാരിക്കുന്നെങ്കിൽ യഹോവയുടെ അരുളപ്പാട് അറിയിക്കുന്ന പോലെ എന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകരം ദിവസത്തിൽ വന്നിരിക്കുന്ന ദൈവങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ കുറിച്ച് ഓരോരുത്തരും ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്. അത് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? പോകട്ടെ. അപ്പൊ ആകെ നമുക്ക് കൃപയ്ക്ക് ഒത്തവണ്ണം ഒവ്വേറെ വരെ ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. അടുത്തത് 7
അവരൊക്കെ ഞങ്ങളെ സ്വീകരിച്ച് അവരുടെ വീട്ടില് അവരുടെ കിടപ്പൂരിയെല്ലാം ഒഴിഞ്ഞ് നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വരുമ്പോൾ കരുണ ചെയ്യുന്നവരും ദാനം ചെയ്യുന്നവരും ശുശ്രൂഷ ചെയ്യുന്നവരുമാണ്. അതിനെ വെറുതായി കാണുന്നില്ല. അതെല്ലാവർക്കും മനസ്സിലാകുന്നില്ല. ചിലർക്ക് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. സ്തോത്രം. നമ്മൾ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ പാസ്റ്റർമാരായി നമുക്കറിയാം, ജോലിയൊക്കെ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരൊക്കെ വളരെ ശാരീരിക ക്ഷീണമുള്ളവരായി എന്നിട്ടും സമരസോടെ ശുശ്രൂഷിക്കുന്നവരെ ചിലരെ കണ്ടിട്ടുണ്ട്. ചിലരുടെ മോഹം കാണുമ്പോൾ നമുക്കറിയാം അവർക്ക് അത്ര തൃപ്തിയൊന്നുമില്ലാതാണ്. അപ്പോൾ ശുശ്രൂഷിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ അതൊരു വരമാണ് കരുതുന്നത്. ഈ കസേര മറങ്ങിയിടുന്നത് പിന്നെ ദൈവത്തിന് ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉടനെ എല്ലാവരും പാസ്റ്റർമാരോ സംഘമാസ്റ്റർമാരോ വിഷമോ ആവുകയല്ല. നിന്നെയും എന്നെയും കർത്താവ് ചില കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ അവിടെ നമുക്ക് പ്രാർത്ഥന. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും പാസ്റ്റർമാരാകാൻ പറ്റില്ല. പക്ഷെ സമയം എഴുന്നേറ്റ് ഒരു വാക്ക് പറഞ്ഞ ചില പ്രത്യേക അനുഭവം അഭിഷേകത്തിന്റെ ശുശ്രൂഷ ദൈവത്തിലൂടെ ചില കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനങ്ങൾ വെളിപ്പെട്ടു വരുന്നതുപോലെ വാക്കുകൾ അഗ്നിയുടെ വാക്കുകളാക്കി അഭിഷേകത്തിന്റെ വാക്കുകളായി ദൈവദാസന്മാരെ കർത്താവ് അഭിഷേകം ചെയ്യുക. കർത്താവേ, എനിക്ക് എന്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശം, എന്നെ വിളിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം തിരിച്ചറിയുവാൻ കൃപ നൽകണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിച്ചു. ഞാനവിടെ വിശദീകരിക്കാൻ പിന്നീട് സമയം അവിടെ തിരികെ വന്നു. അടുത്ത വാക്യത്തിലേക്ക് വന്നേ. വിളിയാലുള്ള ആശ ഇന്നതെന്നോ വിളിയാലുള്ള ആശ ഇന്നതെന്നോ. അടുത്ത വാക്യം. വിശുദ്ധരിൽ അവരുടെ അവകാശത്തിന്റെ മഹിമാതനമില്ലെന്നും അവന്റെ ബലത്തിൽ മല്ലവത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടത്. രണ്ടാമത്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ തലമാണ്. അത് നമ്മൾ തിരിച്ചറിയും. അത് നമ്മൾ വിശദീകരിക്കുന്നില്ല, സമയം അവിടെ പിന്നീട് പോയി. മൂന്നാമത്, എനിക്ക് ഈ സെക്ഷനിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവം ദൂതായിട്ട് നൽകിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞേ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി. ആരും വ്യാപരിക്കുന്നു? വിശ്വസിക്കുന്നവർ. ആരും വ്യാപരിക്കുന്നു? വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതൊന്നും തിരിച്ചറിയണമേ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മൾ ധാരാളക്കാരന്മാരല്ല. ഒന്ന് ശ്രദ്ധിച്ച്, ഞാൻ ആരാ എന്ന് തിരിച്ചറിയുന്നു. അതിനെന്തോ വേണം? ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശം. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാൽ മൂന്ന് കാര്യം മനസ്സിലാവും. ഒന്ന്, എന്നെ വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് എന്തുണ്ട്? ഒരു ഉദ്ദേശം. ഓരോരുത്തരുടെയും വിളിയുടെ പിന്നിൽ എന്തുണ്ട്? ഒരു ഉദ്ദേശം. തീർച്ചയായും നമുക്കറിയാലോ, ചില സ്ഥാനങ്ങളിൽ സാധനങ്ങൾ അവിടെ ഇരുന്നാലേ ചേർത്തോളൂ, വേറൊരു ഉദ്ദേശം ചേർത്തില്ല. ചില സ്ക്രൂവിന്റെ കട്ടുകൾ അതിന്റെ പിന്നിട്ട് കുറിക്കാതെ ഉറുകൊള്ളൂ, വേറൊരു കട്ടുമായിട്ട് ചേർത്തില്ല. അതുകൊണ്ട് ഫൈൻഡ് ഔട്ട് ദ ആക്യുറേറ്റ് പ്ലേസ് ആൻഡ് പൊസിഷൻ, ഡ്യൂട്ടി, മിനിസ്ട്രി. അതിനുവേണ്ടി ഹൃദയത്തിന്റെ ദൃഷ്ടി എന്ത് ചെയ്യണം? അവരുടെ വിശുദ്ധമായി നമുക്കുള്ള അവകാശത്തിന്റെ മഹിമ ദാനം. അത് ഞാൻ പിന്നെ സമയമുണ്ടെങ്കിൽ ഉച്ചയുടെ വിഷയം. വിശ്വസിക്കുന്നതിൽ നമുക്ക് വ്യാപരിക്കുന്ന ശക്തിയുടെ, ലോകത്തിലുള്ള എല്ലാ ശക്തിയും അളക്കാൻ ഒരു ആളോട്ടില്ല. പക്ഷെ ദൈവശക്തി അളക്കാൻ ഒരാളും, ദൈവശക്തി അളക്കാൻ ഒരു ആളും. അതാരും വ്യാപരിക്കുന്നു? വിശ്വസിക്കുന്നത്. എങ്ങനെ വ്യാപരിക്കുന്നു? അവരവരുടെ വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വ്യാപരിക്കുന്നു. യേശുവിന്റെ തലവേദനയ്ക്ക് മതിയായവരാണ് വിശ്വസിച്ചാൽ യേശുവിന്റെ തലവേദനയ്ക്ക് മതിയായവർ. അല്ല, യേശു കാൻസറിന്റെ സൗഖ്യം തരാൻ വിശ്വസിച്ചാൽ യേശു കാൻസറിന്റെ സൗഖ്യത്തിന് വിശ്വസിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ അളവനുസരിച്ചാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. എനിക്ക് 100 ആത്മാക്കള് ഈ വർഷം തരാനുള്ള കർത്താവ് വിശ്വസ്തനാണെന്ന് നിങ്ങൾ വിശ്വസിച്ച ആ വിശ്വാസത്തിന്റെ അളവ് ഉള്ളിലുണ്ടെങ്കിൽ
വിശദീകരിച്ചോളാം. അപ്പൊ വ്യാപരിക്കുന്ന ഒരു ശക്തി. ഏത് ശക്തി? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആര് വ്യാപരിക്കുന്നു? വിശ്വസിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നവരാരാണ്? വിശ്വാസികൾ. അങ്ങനെയാണ് നമ്മൾ വ്യാപരിക്കുന്ന ശക്തി ഏതാണ്? എന്നോട് പറഞ്ഞ സമയത്ത് നിർത്താൻ വേണ്ടി ആരാണ്? എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ശ്രദ്ധിച്ചേ, ഞാൻ പിന്നീട് ഇപ്പൊ എനിക്ക് അത് വിശദീകരിക്കുന്ന സമയമില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ എന്നെ ഗ്രഹിപ്പിച്ച സത്യം പരിശുദ്ധാത്മാവ് നമ്മൾ വ്യാപരിക്കുന്നു. ഇനിയും അത് എടുത്തോളൂ. തെസ്സലോനിക്കരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 7, 8, 9 വാക്യം. തെസ്സലോനിക്കർ 2-ാം പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചേ, നമുക്ക് ഈ 10 മിനിറ്റ് കൊണ്ട് ഞാൻ റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയാണ്. 2 ശക്തികൾ വ്യാപരിക്കുന്നു. ഒന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി. എവിടെ വ്യാപരിക്കുന്നു? വിശ്വസിക്കുന്നവർ ദൈവസഭയിൽ വ്യാപരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതോടൊപ്പം തന്നെ ചുറ്റുപാടുകളിൽ വ്യാപരിക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്, അധർമ്മത്തിന്റെ മർമ്മം. ഇപ്പോഴേ വ്യാപരിക്കുന്നു. അത് തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ. ശ്രദ്ധിച്ച്, അധർമ്മത്തിന്റെ മർമ്മം. മർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം രഹസ്യം. അധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മമില്ലായ്മ. പരിമലമാണ് ഞാൻ പറഞ്ഞത്. ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇത് ഏത് ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഈ കാലഘട്ടത്തിലും അശുദ്ധിയുടെ ഒരു വ്യാപാരം, അധർമ്മത്തിന്റെ ഒരു വ്യാപാരം മറുസൈഡിൽ സഭയിലേക്ക് വരത്തക്ക രീതിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. 2 വ്യാപാരം. എന്തോ വ്യാപാരം? ഒന്ന് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം, മറ്റൊന്ന് അധർമ്മത്തിന്റെ വ്യാപാരം. ഇനി 8-9 വാക്യം വായിച്ചിട്ട് നമ്മൾ ഇവിടേക്ക് വരാം. അപ്പോൾ അധർമ്മമൂർത്തി എന്ത് ചെയ്യും? അവരെ കർത്താവായ യേശു തന്റെ വായിലെ വിശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ഫ്യൂച്ചറിൽ സംഭവിക്കേണ്ടതാണ്. ഒന്ന്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല. അപ്പൊ സാധാരണ ഈ വ്യാപാര ശക്തി നേരായ രീതിയിലല്ല, ഇതിലെങ്ങനെയാണ്? അനീതിയുടെ സകല വഞ്ചനയോടുകൂടി ആയിരിക്കും. അവിടെ എന്തോ ഉണ്ടാവാം? അത്ഭുതങ്ങൾ ഉണ്ടാവാം, വീരപ്രവർത്തികൾ ഉണ്ടാവാം, എന്തോ ഉണ്ടാവാം. പക്ഷെ എവിടെയും ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ അധർമ്മത്തിന്റെ മർമ്മം ഈ ദേശത്ത് വ്യാപരിക്കുക. നിങ്ങൾ നാളെ വീട് ഇവിടെ വന്നു. എന്തിനാ വന്നു? ഒരു നല്ല ഫ്യൂച്ചർ വേണ്ടി ആണോ അല്ലയോ? അവിടെ കിടന്നാൽ ജോലിയില്ല, അവിടെ കിടന്നാൽ ഒന്നുമില്ല. എന്നാൽ 4 കാശുണ്ടാക്കാമെന്ന് പറഞ്ഞ ശുഭപ്രതീക്ഷയോട് അല്ലേ ഇവിടെ പറയും? ആണോ അല്ലയോ? ഈ കുഞ്ഞുങ്ങളെ നല്ല ഭാവി കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നില്ല. പക്ഷെ ഇവിടെ അശുദ്ധിയുടെ ഒരു വ്യാപാര ശക്തിയുണ്ട്. ലെസ്ബിയൻ സ്പിരിറ്റും എന്തെല്ലാം സ്പിരിറ്റാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഗേ സ്പിരിറ്റും എല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുക. കുടുംബങ്ങളെ വേറെടുത്തോണ്ടിരിക്കുക. കുടുംബജീവിതം വേണ്ടാന്ന് പറഞ്ഞൊരു കുടുംബക്കാരിക്കൊണ്ടിരിക്കുക. തോന്നുന്ന ജീവിതം നടന്നുകൊണ്ടിരിക്കുക. ഈ അശുദ്ധിയുടെ മർമ്മം, രഹസ്യം സഭയിൽ പ്രവേശിക്കരുത്, എന്റെ കുടുംബത്തിൽ പ്രവേശിക്കരുത്. ആഗ്രഹത്തോടെ അതിനെ തടയാൻ എനിക്കൊക്കത്തില്ല. തടയുന്ന ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഞാൻ ചർച്ച ചാർജ്. ആ ചർച്ചില് 4 പെൺപിള്ളേരെ 18 വയസ്സ് പൂർത്തിയായി നേഴ്സിംഗിന് ബാംഗ്ലൂരിലും പിന്നെ ആന്ധ്രയിലും ഒക്കെ പോയ പിള്ളേരെ. അവർ പോയ പോകുന്നതിന് ഓരോരുത്തരും കൂട്ടിയാൽ പോവാം. അതിന് ഭയങ്കര പറയാൻ പറ്റുകയില്ല. അവർ വീണ്ടും തിരികെ വരുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള പോയ ആൾ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് തിരികെ വന്നാലും അടുത്ത ആൾ തിരികെ പോയ വെച്ച് വട്ടത്തെ കാണിച്ചെന്നു. ഇനിയും ഞാൻ എഴുതി പോയാൽ എനിക്ക് കുഴപ്പമാകുന്നു. ഈ കൊച്ചിന് തിരിച്ചറിയാത്തക്കവണ്ണം കണ്ണിന് മുമ്പിൽ കണ്ടേക്കുക. ഒരാളെ വെട്ടിയിരിക്കുന്നതാണ്, മറ്റൊരാളെ അനാഥയായി നടക്കുന്നതാണ്. ഇതെല്ലാം കണ്ടിട്ട് പിള്ളേരെ പോവാം. ഞാനവിടെ എന്ന് 3 മാസമായി വാർത്ത നടത്തി. പിന്നെ ബൈബിൾ എടുക്കുന്ന നാട്ടിൽ ഞാൻ പരിശ്രമം നടത്താൻ നല്ലൊരു പോയി ഒരു സമയം നടക്കുന്ന കാര്യം എന്റെ ഹൃദയം നടന്ന് താരിപ്പണമായി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ആ കൊച്ചിന് കൗൺസിലിംഗ് കൊടുത്തത്. കർത്താവ് എന്ന് പറഞ്ഞ പോലെ കൗൺസിലിംഗ് കൊണ്ടോ കട്ടപ്പരിപാടി കൊണ്ടോ
ഈ അധർമ്മത്തിന്റെ മർമ്മം ഇടിച്ചു കയറാതിരിക്കാൻ പറ്റുകയില്ല. കടത്തിരമാല വരാതിരിക്കാൻ സർക്കാർ വണ്ട് കെട്ടുന്നത് പോലെ തടയാനൊരു വണ്ട് കെട്ടണം. അതിന്റെ കൗൺസിലിങ്ങിനോട് പറ്റുകയില്ല. തടയുന്നവർ പരിശുദ്ധാത്മാവ്. ഇതൊരു അശുദ്ധിയുടെ ആത്മാവ്. ഇതൊരു ഒരു 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 അധർമ്മത്തിന്റെ വ്യാപാരം. ഇത് തലമുറയെ പിടിച്ച് കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും ഇതുങ്ങൾ പോകുന്നതിന്റെ പിന്നിൽ അതിങ്ങളുടെ മേൽ അടുത്തിരുന്ന് കൈമാർത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അശുദ്ധിയുള്ള ഒന്നിന്റെ കൈ പിടിച്ചതിലേക്ക് ഇങ്ങനെ ഈ ആത്മാവ് വ്യാപിച്ചുകൊണ്ടിരിക്കുക. അതിനെ തടയാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം ഉണ്ടായേ പറ്റും. പ്രിയപ്പെട്ടവരെ, ഞാൻ ദിവസം പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ 3 ദിവസം ദിവസത്തിൽ പ്രാർത്ഥിച്ചു. ഈ മെസ്സേജ് സഭയിൽ പങ്കുവച്ചു. പറയട്ടെ, അന്ന് മുതൽ ഇന്ന് വരെ ഒരു വീട് പറ്റും. ഈ പകരി ദൈവാത്മാവ് വളരെ ശക്തമായി പറയുന്നു. വളരെ ശുഭപ്രതീക്ഷയോടാണ് ഇവിടെ കുഞ്ഞുങ്ങളുമായിട്ടും മറ്റും വന്നത്. അന്ധകാരത്തിന്റെ ശക്തി, അധർമ്മത്തിന്റെ ശക്തി ശക്തിയോട് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ കയ്യിൽ കെട്ടി നോക്കിയിരിക്കരുത്. നിന്നിൽ ആത്മശക്തി വ്യാപരിക്കുമ്പോൾ സാത്താന്റെ തലത്തകരും. അതിനായി വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ആഴമറ്റ വലിപ്പം എന്തെന്ന് തിരിച്ചറിയാൻ നിയമങ്ങൾ കൊണ്ടോ ഉപദേശങ്ങൾ കൊണ്ടോ ശാസന കൊണ്ടോ പിരിച്ചുകൊണ്ടുകൊണ്ടോ ഒരൊറ്റ വ്യക്തിയെ പോലും നേരാൾക്ക് നടത്താൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു വ്യക്തി വ്യാപരിക്കുമ്പോൾ സമയം പോയതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയില്ല. ഇതിന്റെ ആശയം ഗ്രഹിച്ച ശേഷം നമ്മളിപ്പോ ഈ ഭാഗത്തേക്ക് വരും. എന്നാലും പകരം പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നെ വ്യാപരിക്കുമ്പോ സാത്താന്റെ കോട്ടകൾ തകരും. അവന്റെ ബന്ധങ്ങൾ അഴിഞ്ഞു പോകും. ദൈവകോട്ടകൾ പോലെ എന്റെ തടയുന്ന ആത്മാവ്, തടയുന്ന പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥരെ പോലെ നിന്ന് സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, അതിരാളിൽ നിന്ന്, വിഗ്രഹ ആരാധനയിൽ നിന്ന്, ദൈവമില്ലായ്മയിൽ നിന്ന്, പോഷണത്തിൽ നിന്ന് എന്റെ കുഞ്ഞിനെയും എന്നെയും തടയും. എന്റെ കുടുംബത്തെയും എന്റെ സഭയെ രക്ഷിക്കും. പ്രാർത്ഥിച്ചതുപോലെ ഈ രാജ്യത്ത് വന്നത് ഒരു ഉണർവ് നമ്മൾക്കുള്ളതാണ്. ഇവിടെ ഉള്ള ഈ പൈശാചികൾ ശാസിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഉയരണം. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ അമാലേക്ക് തോൽപ്പിക്കപ്പെടും. മോശയുടെ കൈ താണാൽ അമാലേക്ക് ജയിക്കപ്പെടും, ഇസ്രായേൽ തോൽപ്പിക്കപ്പെടും. ഇത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാര ശക്തി. ഒരു പ്രധാന ചർച്ച അല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഉള്ളൊരു ചർച്ചയാണ്. ഇത് നമ്മൾ കുറച്ചുവരെ കാലഘട്ടമായിട്ട് വന്നിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ ദേശത്ത് വ്യാപരിക്കുന്ന അധർമ്മത്തിന്റെ മർമ്മത്തെ ശാസിക്കുവാൻ ഒരു കൗൺസിലിനെ കൊണ്ട് പറ്റുകയില്ല, ഒരു കമ്മിറ്റിയുടെ നിയമത്തെ കൊണ്ട് പറ്റുകയില്ല. കാര്യം അധർമ്മത്തിന്റെ മർമ്മങ്ങളുടെ ശക്തിയോട് വ്യാപരിച്ചുകൊണ്ടിരിക്കുക, അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ദുരിതനാശങ്ങളുടെ മർമ്മശക്തിയുടെ അകത്ത് കടന്ന് ജനത്തെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ തടയുവാൻ ആത്മശക്തിയുടെ വ്യാപാരത്തിന് പറ്റുമോ? എത്ര പേര് വിശ്വസിക്കുന്നു എന്ന് പറയുന്നു? ആത്മശക്തിയാണെന്ന് പറയപ്പെട്ട് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. സാത്താന്റെ കോട്ടകളെ ഇടിപ്പാൻ, അവന്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ, അവന്റെ തന്ത്രങ്ങളെ ഇല്ലാതാക്കുവാൻ, അവന്റെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടകളെ ഇടിപ്പാൻ ദൈവങ്ങളുടെ അവസരം നൽകിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി കാക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു നിമിഷം കരം ഉയർത്തി. കർത്താവിന്റെ ഒരു പുതിയ അഭിഷേകം
എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. ഒരു വിശുദ്ധ ജീവിതത്തിലാണ് കൂടിയേ പറ്റൂ. എന്റെ പേര് പകരണമെന്ന് കാക്ഷിക്കുന്നവർ കൈമുയർത്താനാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നിങ്ങളുടെ തലമുറ എന്ന പകരം ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവസഭയുടെ കുടുംബത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ജീവിതത്തിന്റെ തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചത് അവരുടെ വീടിന് ചുറ്റും ഒരു വേറെ കെട്ടുയർന്നു. അവരുടെ വീടിന് ചുറ്റും വേറെ കെട്ടുയർന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവ്
നമുക്ക് പ്രാർത്ഥിക്കാം. അവയെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവയെ പ്രിയ ജോയിച്ചാൻ ഇപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോയിച്ചാൻ സ്തോത്രം പ്രാർത്ഥന. ഹല്ലേലൂയ. Hallelujah. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹോപരിതമായ ചെയ്യുവാൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ആയിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ശക്തിയെ പ്രാപിച്ചുകൊണ്ട് ഓരോ ജീവിതങ്ങളിലും അനുഭവം അവരുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ കഥാവ് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. മക്കളെ കഥാവ് ചെയ്യുന്നു. ായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചെയ്യണമേ. നല്ല വചനത്തെ കഥാവ് നൽകി സഹായിക്കണം. ഇതിൽ കണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഓരോ ചിന്തകളെയും ശക്തിയില് എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ട് ചെയ്യുവാൻ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ യേശുവിനെ കാണുവാൻ ഞങ്ങളിവിടെ കടന്നു വന്നത് ഒരു സാമ്പത്തിക നേട്ടത്തിന് മാത്രമല്ല, ഞങ്ങൾക്ക് നേടുവാൻ ജീവിതങ്ങൾക്ക് അതിന്റെ കുഴിഞ്ഞ ശേഖരം കിടക്കുന്ന അനേക ജീവിതങ്ങളെ സന്തോഷം അനുഭവിക്കുവാൻ തക്കോണം അതിലെ ഞങ്ങൾ ഓരോരുത്തരെയും അതിന്റെ പാത്രമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. സമയം നിന്റെ കൃപയിലെ പൊതിഞ്ഞാട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ നമ്മൾ ആശീർവാദം പറയുന്നില്ല. 1 മണിക്കൂർ സമയം നമുക്ക് ബ്രേക്ക് ഉണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ആരാധന നമ്മൾ തുടരുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ആശീർവാദം പറഞ്ഞല്ല പിരിയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് മാത്രമുള്ള സമയമാണ്. ഇപ്പോൾ നമുക്ക് 1 മണിക്കൂർ സമയം ബ്രേക്ക്. 3 മണിക്ക് നമ്മൾ എല്ലാവരും ഇവിടെ വീണ്ടും കടന്നു വരുക. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം.